ഭൂമിയെപ്പോലെ മറ്റൊരു ഗ്രഹമുണ്ടെങ്കിലും? ഒരുപാട് പഴക്കമുള്ളൊരു ചോദ്യമാണ് എങ്കിലും ഇന്നും തിളക്കമുള്ളൊരു ചോദ്യം തന്നെയാണത്. ഭൂമിക്ക് ഒരു അപരനുണ്ടോ എന്ന്. നമുക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ജലസാന്നിധ്യത്തിനുള്ള അന്വേഷണമാണ് ഇന്നത്തെ മനുഷ്യരാശി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നത്. കാരണം നാളെ എന്നെങ്കിലും ഭൂമിയെ വിട്ടു പോകുമ്പോൾ എങ്ങോട്ടേക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇന്ന് ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. നമുക്ക് ചുറ്റുമുള്ള എക്സോ പ്ലാനറ്റുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുവൻ, ഭൂമിയേക്കാൾ വലുപ്പമുള്ള, ഭൂമിയേക്കാൾ മാസുള്ള വെറും 124 പ്രകാശവർഷം അകലെയുള്ള K2-18b എന്ന ഗ്രഹം. എന്നാൽ അവനെക്കുറിച്ച് പറയപ്പെടുന്ന പല കാര്യങ്ങളും കള്ളമാണ്. അറിയാം, സൂപ്പർ എർത്ത് എന്നറിയപ്പെടുന്ന K2-18b കുറിച്ച്. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. എക്സോ പ്ലാനറ്റുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ്. ഭൂമിയിലുള്ള ടെലിസ്കോപ്പുകൾ വെച്ച് മാത്രമല്ല, കെപ്ലർ പോലുള്ള സ്പേസ് ടെലിസ്കോപ്പുകളിലൂടെയും നമ്മൾ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 2700-ൽ കൂടുതൽ എക്സോ പ്ലാനറ്റുകൾ കെപ്ലർ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് K2-18b എന്ന ഗ്രഹം. ഭൂമിയെ പോലുള്ള അല്ല, ഭൂമിയേക്കാൾ വലിയ, ഭൂമിയേക്കാൾ വ്യത്യസ്തമായ, ഭൂമിയേക്കാൾ ഹാബിറ്റബിളായ ഒരു ഗ്രഹമാണ് K2-18b എന്നാണ് പറയപ്പെടുന്നത്. ഭൂമിയിൽ മനുഷ്യരെ പോലുള്ള ജീവികൾ ഉണ്ട് എങ്കിൽ അവിടെ നമ്മെ കാത്തിരിക്കുന്നത് അമ്പരപ്പിക്കുന്ന ഒരു ലോകമായിരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഒരു റീൽ ഞാൻ കാണുന്നത്. അതിൽ K2-18b കുറിച്ച് വിശദീകരിക്കുന്ന വിശേഷണങ്ങൾ കേട്ടാൽ ഭൂമിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഗ്രഹം തന്നെയാണ് അതെന്ന് ആർക്കും തോന്നും. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് കേരളത്തിലെ പല മാധ്യമങ്ങളും അതിനേക്കാളും ഞെട്ടിക്കുന്ന വിശേഷണങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. ചിലർ പറയുന്നു K2-18bയിൽ ജീവൻ കണ്ടെത്തി എന്ന്. ചിലർ പറയുന്നു K2-18bയിൽ ജീവന് സാധ്യത എന്ന്. ഹബിൾ ടെലിസ്കോപ്പ് അവിടെയുള്ള ഏലിയനെ നേരിട്ട് പകർത്തി എന്ന് പറയുന്നവരും ആ കൂട്ടത്തിലുണ്ട്. ചിലരെങ്കിലും K2-18b എന്ന ഗ്രഹത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നുണ്ടാകും. അവർക്കായി ഞാൻ അവനെ ഒന്ന് വിശദീകരിക്കാം. പ്രകാശ വേഗതയുടെ പകുതി വേഗത്തിൽ എന്നെങ്കിലും നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചാൽ വെറും 250 വർഷങ്ങൾ കൊണ്ട് ചെന്നെത്താവുന്ന ഒരു ഗ്രഹം. ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അതൊരു വലിയ ദൂരമാണ്. എന്നാൽ കോസ്മിക് ഡിസ്റ്റൻസിൽ അത് അത്ര വലിയ ദൂരമല്ല. സൂര്യനേക്കാൾ ചെറിയ K2-18 എന്ന നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഒരു കുഞ്ഞു ഗ്രഹമാണ് K2-18b. കുഞ്ഞെന്ന് പറയുമ്പോൾ അത്ര കുഞ്ഞല്ല. ഭൂമിയേക്കാൾ ഏതാണ്ട് 2.5 ഇരട്ടിയിൽ കൂടുതൽ വലിപ്പവും 8 മടങ്ങ് മാസമുള്ള ഒരു ഗ്രഹമാണ് K2-18b. 2015-ലാണ് കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പ് അവനെയും K2-18നെയും കണ്ടെത്തുന്നത്. ഒരു നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഹാബിറ്റബിൾ സോണിലുള്ള ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെയാണ് അവനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും നടത്തിയത്. എക്സോ പ്ലാനറ്റ്സ് കൂടുതലും കണ്ടെത്തിയിട്ടുള്ളത് റെഡ് ഡ്വാർഫ് അല്ലെങ്കിൽ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമാണ്. അത്തരം നക്ഷത്രങ്ങൾ താരതമ്യേന ചൂട് കുറവും ചെറുതുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഹാബിറ്റബിൾ സോൺ വളരെ അടുത്തുമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഹാബിറ്റബിൾ ആയിട്ടുള്ള പ്ലാനറ്റ്സും നക്ഷത്രത്തോട് ചേർന്നാണ് ഉണ്ടാവുക. അങ്ങനെ സംഭവിക്കുമ്പോൾ ഗ്രാവിറ്റി കാരണം അവിടെ ടൈഡൽ ലോക്ക് സംഭവിക്കുകയും ഹാബിറ്റബിൾ ആയ ഗ്രഹത്തിന്റെ ഒരു മുഖം എപ്പോഴും നക്ഷത്രത്തോട് അഭിമുഖമായിരിക്കുകയും ചെയ്യും. നമുക്ക് ചന്ദ്രൻ എങ്ങനെയാണോ അതുപോലെ. ഒരു ഭാഗത്ത് ചൂടും മറുഭാഗത്ത് തണുപ്പുമുള്ള അത്തരം ഒരുപാട് എക്സോ പ്ലാനറ്റുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്ഥിതി ഒരൽപ്പം വ്യത്യസ്തമാണ്. K2-18 എന്ന നക്ഷത്രം സൂര്യനേക്കാൾ ചെറുതാണ് എങ്കിലും സൂര്യനേക്കാൾ സ്ഥിരത കൂടിയ ഒരു നക്ഷത്രമാണ്. എം ഡ്വാർഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു റെഡ് ഡിം സ്റ്റാർ. അതുകൊണ്ട് തന്നെ സോളാർ ഫ്ലെയറുകളും ഇൻഫ്രാറെഡ് ലൈറ്റ്സും താരതമ്യേന കുറവായിരിക്കും. ഭൂമി എങ്ങനെയാണോ സൂര്യനെ വലം വയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് K2-18b K2-18 എന്ന നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം വെച്ച് താരതമ്യം ചെയ്താൽ K2-18bയിൽ നിന്നും K2-18ലേക്ക് വെറും 1/7 ദൂരം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഭൂമി സൂര്യനെ വലം വെച്ച് വരാൻ 365 ദിവസങ്ങളാണ് എടുക്കുന്നത് എങ്കിൽ K2-18b K2-18 എന്ന നക്ഷത്രത്തെ വലം വയ്ക്കാൻ വെറും 33 ദിവസങ്ങളാണ് എടുക്കുന്നത്. ആ നക്ഷത്രത്തിൽ നിന്നും ആ ഗ്രഹത്തിൽ പതിക്കുന്ന ചൂട് പരിഗണിച്ചാൽ ആ ഗ്രഹത്തിൽ ജലം ദ്രവരൂപത്തിലാകാനേ സാധ്യതയുള്ളൂ. സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തപ്പെട്ടിട്ടുള്ള
ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള അന്തരീക്ഷമുള്ള വെള്ളമുള്ള ഏക ഗ്രഹം K2-18b ആണ് എന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ആഞ്ചലോ സിയാരിസ് പറയുന്നത്. K2-18bയെ കുറിച്ച് പുറത്തു വന്ന ഏറ്റവും നിർണായകമായ 2 പഠനങ്ങളിൽ ഒന്നിലെ പങ്കാളിയാണ് ആഞ്ചലോസ്. അദ്ദേഹം പറയുന്നു, ഇതുവരെ കണ്ടെത്തിയ എക്സോ പ്ലാനറ്റുകളിൽ ജലം ദ്രാവക രൂപത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കൃത്യമായ താപനിലയുള്ള ഒരേയൊരു ഗ്രഹം K2-18b ആണ് എന്ന്. കെപ്ലർ, ഹബിൾ, സ്പിറ്റ്സർ എന്നീ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചാണ് K2-18bയിൽ ദ്രാവക രൂപത്തിലുള്ള ജലമുണ്ടാകാനാണ് സാധ്യത കൂടുതൽ എന്ന് മനസ്സിലാക്കിയത്. ഹബിൾ ഉറപ്പിച്ചു പറയുന്നു അവിടെ ദ്രാവക രൂപത്തിലുള്ള ജലസാന്നിധ്യമുണ്ട് എന്ന്. നേരിയ ഹൈഡ്രജൻ കൊണ്ടുള്ള കട്ടിയുള്ള ഒരു അന്തരീക്ഷമാകാമെന്നും അതിന്റെ മാൻഡിൽ തണുത്തുറഞ്ഞ ഐസ് കട്ടകൾ കൊണ്ടാകാമെന്നും അഭിപ്രായങ്ങളുണ്ട്. ഒരു ഗ്യാസ് ജയന്റ് അല്ലെങ്കിൽ ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റോ അല്ലാത്ത ഈ ഒരു പ്ലാനറ്റിനെ ഹൈഷ്യൻ പ്ലാനറ്റ് എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. K2-18bയുടെ താപനില -100 മുതൽ 116 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അതായത് ഏതാണ്ട് -73 മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെ. അതിന്റെ പുറംതോടിൽ കട്ടിയുള്ള പാറകളും തണുത്തുറഞ്ഞ ഐസുമായിരിക്കാമെന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ അവിടെ ഇറങ്ങിയാൽ, സങ്കല്പമാണ്, ഇറങ്ങിയാൽ അതിന്റെ ആകാശത്ത് ചുവന്ന ഒരു വലിയ സൂര്യനെയാകും കാണാൻ സാധിക്കുക. വൈകുന്നേരം കാണുന്ന സൂര്യനെ പോലെ അധികം വെളിച്ചമില്ലാത്ത കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു വലിയ സൂര്യനെ. വരുന്ന 10 വർഷത്തിനുള്ളിൽ K2-18bയിൽ ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന വാതകങ്ങളുടെ കൃത്യമായ സാധ്യത പറയാൻ സാധിക്കും എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ്, ഡൈമീഥൈൽ സൾഫേറ്റ് തുടങ്ങിയ വാതകങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. ഇവ 3ഉം ജീവന സാധ്യതയുള്ള വാതകങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഡൈമീഥൈൽ സൾഫൈഡ്. ഭൂമിയിൽ സമുദ്രത്തിനടിയിൽ കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വാതകങ്ങളിൽ ഒന്ന് തന്നെയാണ് ഡൈമീഥൈൽ സൾഫൈഡ്. സൂക്ഷ്മജീവികളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വാതകമാണ് എന്നാണ് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ കണ്ടെത്തൽ ശരിയാണ് എങ്കിൽ K2-18bയിൽ ജീവനുണ്ട്. എന്നാൽ ചില മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത് പോലെ ഇതിനെ ഒരു ഇന്റലിജന്റ് ബീയിങ്ങിനുള്ള സാധ്യതയായി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം ഒന്നുകിൽ നമുക്കറിയാത്ത ഏതെങ്കിലും നാച്ചുറലായ രീതിയിലായിരിക്കാം അവിടെ ഡൈമീഥൈൽ സൾഫൈഡ് ഉണ്ടായിട്ടുണ്ടാവുക. അതല്ല എങ്കിൽ സൂക്ഷ്മജീവികളിൽ നിന്നുമായിരിക്കാം. ഇത് രണ്ടുമല്ല എങ്കിൽ നമ്മൾ ഇവിടെ നിന്നും നടത്തിയ കണക്കുകൂട്ടലുകളിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചതുമാകാം. ഈ പറഞ്ഞവയിൽ ചിന്തിക്കാൻ ഏറ്റവും രസമുള്ളത് അവിടെ ജീവനുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാതകങ്ങൾ ഉണ്ടായത് എന്ന ചിന്തയാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. കൂടുതൽ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം K2-18b എന്ന ഗ്രഹം മനുഷ്യവാസയോഗ്യമല്ലാത്ത ഒരു ഗ്രഹമാണ് എന്നാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അതിന്റെ വലുപ്പം തന്നെയാണ്. ഹൈഡ്രജൻ അടങ്ങുന്ന അതിന്റെ അന്തരീക്ഷം ഭൂമിയേക്കാൾ സാമ്യത തോന്നുന്നത് നെപ്റ്റ്യൂണിനോടാണ് എന്ന്. ഹൈഡ്രജൻ സമ്പുഷ്ടമായ K2-18bയുടെ അന്തരീക്ഷത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുമ്പോൾ അവിടെ താപനിലയും മർദ്ദവും കൂടാനുള്ള സാധ്യതയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ പ്രതലത്തിലെത്തുമ്പോൾ ഭൂമിയേക്കാൾ 1000 മടങ്ങ് മർദ്ദവും 5000 ഫാരൻഹീറ്റിൽ കൂടുതൽ താപനിലയും ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ DNA പോലുള്ള തന്മാത്രകളുടെ രൂപീകരണം നടക്കാനുള്ള സാധ്യതയും കുറയുന്നു. K2-18 എന്ന നക്ഷത്രം ഒരു ചുവന്ന കൊള്ളൻ നക്ഷത്രമായതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ അധികകാലം ജീവിക്കാൻ നമ്മെ അനുവദിക്കില്ല. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഒരിക്കലും അങ്ങനൊരിടത്ത് നിലനിൽക്കാൻ സാധിക്കില്ല എന്നും പെട്ടെന്ന് തന്നെ നമ്മെ ക്യാൻസർ തിന്നു തീർക്കുമെന്നും നിരീക്ഷണ ഗ്രൂപ്പിലെ അംഗമായ ഇംഗോ വാൾട്ട്മാൻ അഭിപ്രായപ്പെടുന്നു. അങ്ങനെയെങ്കിൽ K2-18b എന്ന ഗ്രഹം എങ്ങനെയാണ് വാസയോഗ്യമായ ഒരു ഗ്രഹമാണ് എന്ന തലക്കെട്ടോടുകൂടി വാർത്തകൾ പ്രചരിച്ചത്? പ്രസ് റിലീസിൽ പറഞ്ഞ വിഷയങ്ങളോടെ മാധ്യമപ്രവർത്തകർ അവരുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ ചേർത്ത് പ്രസിദ്ധീകരിച്ചു. ആ വാർത്ത കേട്ട് ലേഖനം എഴുതിയവർ ആ ചോദ്യങ്ങളെ സാധ്യതകളാക്കി മാറ്റി. ശേഷം കണ്ടവർ ആ സാധ്യതകളെ സാഹചര്യങ്ങളാക്കി വിശദീകരിച്ചു. പ്രസ് റിലീസിൽ K2-18bയുടെ കട്ടിയുള്ള വാതക ആവരണം ഭൂമിയിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്നു എന്നാണ് വിശദീകരിച്ചിരുന്നത്. എന്നാൽ ആദ്യമായി ഗ്രഹത്തെക്കുറിച്ച് വന്ന വാർത്തയുടെ തലക്കെട്ട് തന്നെ ഭൂമിയെ പോലെ വാസയോഗ്യമായ മറ്റൊരു ഗ്രഹത്തിൽ ജലം കണ്ടെത്തി എന്നായിരുന്നു. പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചല്ല എന്നുള്ളതിന് തെളിവ് കണ്ടെത്തി എന്ന് തുടങ്ങുന്ന പല തലക്കെട്ടുകളും അതിനുശേഷം വിശദീകരിക്കപ്പെട്ടു. അതിശയോക്തി കലർന്ന തലക്കെട്ടുകളും അതിരുകടന്ന വിശദീകരണങ്ങളും ഈ കഥകളെ കാട്ടുതീ പോലെ പടർത്തിയതാകാം. മനുഷ്യവാസ യോഗ്യമല്ല എന്നതുകൊണ്ട് ജീവന് സാധ്യതയില്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ എന്ന ചോദ്യവും പ്രസക്തമാണ്. തീവ്രമായ താപനിലയിലും മർദ്ദത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ജീവജാലങ്ങൾക്ക് വാസയോഗ്യമായ ഒരു ഗ്രഹം തന്നെയാണ് K2-18b.
ഏതാണ്ട് 250 വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഒരു ഗ്രഹം ഉണ്ടായത് എന്നാണ് നമ്മുടെ കണക്കുകൂട്ടലുകൾ. ഭൂമിയേക്കാൾ വലുപ്പമുള്ള ഗ്യാസ് ജയന്റുകളെക്കാൾ ചെറുതായ ഈ ഒരു ഗ്രഹം മാത്രമല്ല ആ സോളാർ സിസ്റ്റത്തിലുള്ളത്. അതിൻ്റെ നക്ഷത്രത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന ആ ചെറിയ ഗ്രഹത്തെ നമ്മൾ വിളിച്ചത് K2-18c എന്നാണ്. വാസയോഗ്യമല്ലാത്ത ഇതുപോലൊരു ഗ്രഹം കണ്ടെത്തിയതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? അതെങ്ങനെയാണ് പ്രസക്തമായ ഒരു കണ്ടുപിടുത്തമാകുന്നത്? ജീവൻ കണ്ടെത്തുന്നത് പോലെ തന്നെ പ്രധാനമായ ഒരു വിഷയമാണ് മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ജലം കണ്ടെത്തുന്നത്. അതിലൂടെ നമുക്ക് ആ ഗ്രഹത്തിന്റെ ചരിത്രം വരെ കണ്ടെത്താൻ സാധിക്കും. സിമുലേഷനിലൂടെയാണ് അത് കണ്ടെത്താൻ കഴിയുന്നത്. നമുക്ക് ആ ഗ്രഹത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാ വിവരങ്ങളും സിമുലേഷനിലേക്ക് നൽകിയാൽ ആ ഗ്രഹത്തിന്റെ തുടക്കം വരെ അതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിലൂടെ ആ സിമുലേഷൻ തരുന്നത് നമുക്കറിയാവുന്ന വിഷയങ്ങളാണ് എങ്കിൽ, അതായത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ, നമ്മൾ ഇതുവരെ കണ്ടെത്തിയ ഒരു ഗ്രഹം ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ള വിഷയങ്ങൾ തന്നെയാണ് സിമുലേഷൻ പറയുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതല്ലാത്തൊരു വിഷയമാണ് സിമുലേഷൻ നൽകുന്നത് എങ്കിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ, നമ്മൾ ഇതുവരെ കണ്ടെത്തിയ ചിലതിൽ ചില തിരുത്തുകൾ വേണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പൊതുവെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് മറ്റ് ഗ്രഹങ്ങളിൽ ജലമുണ്ടോ എന്ന് മനുഷ്യൻ അന്വേഷിക്കുന്നത് അവിടെ ജീവനുണ്ടോ എന്നറിയാനോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഭൂമിയിൽ നിന്നും വിട്ടു പോകുമ്പോൾ നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണോ എന്നറിയാനോ ആണ് എന്ന്. ഇതല്ലാത്ത മറ്റൊരു വിഷയം കൂടിയുണ്ട്, പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാൻ. കാരണം പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ജലത്തേക്കാൾ എളുപ്പമുള്ള മറ്റൊരു വഴിയില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജലം കണ്ടെത്തിയെന്നാൽ അവിടെ ജീവനുണ്ട് എന്നർത്ഥമില്ല. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ട് എന്ന് തെളിയിക്കാവുന്ന ഒരു തെളിവായി K2-18bയെ ഇതുവരെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതുവരെ എന്ന് പറയാൻ കാരണം ഭാവിയിൽ അതിനുള്ള സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ തന്നെയാണ്. ഒന്ന് മനസ്സിലാക്കണം, 124 പ്രകാശവർഷം ഇപ്പുറത്തിരുന്നാണ് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. K2-18bയിൽ നിഗൂഢതകൾ ഇനിയും തെളിയാനുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ